ഓം ശാന്തി. ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഒരേ ഒരു ശുഭസങ്കല്പമാണ് ഉള്ളത്. നമ്മുടെ ഭാരതം സ്വർണിമ ഭാരതമാകണം. കൂടാതെ മുഴുവൻ ഭാരതത്തിലും സ്നേഹം, ശാന്തി, സുഖം, എല്ലാ പ്രകാരത്തിലുള്ള സമൃദ്ധിയും ഉണ്ടാവണം. ഇങ്ങനെയുള്ള സ്വർണിമ ഭാരതത്തിനായി ഓരോ പൗരനും ആദ്യം സ്വരാജ്യ അധികാരിയാകണം. ഞാൻ ആത്മാവിൻ്റെ തൻ്റെ മനസ്സ്, ബുദ്ധി, തൻ്റെ സംസ്കാരം, സ്വഭാവം, തൻ്റെ വാക്ക്, കർമ്മം, ഇവയ്ക്കെല്ലാം മുകളിൽ പൂർണ്ണമായ നിയന്ത്രണം വേണം. നമ്മുടെ ശരീരത്തിലെ ഓരോ കർമ്മേന്ദ്രിയവും ആരാണോ എൻ്റെ ജോലിക്കാരായിട്ടുള്ളത് അവയ്ക്ക് മുകളിൽ എൻ്റെ അധികാരമുണ്ടായിരിക്കണം. എൻ്റെ സ്വരാജ്യത്തിൽ ഒരു സന്തുലനമുണ്ട്. സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും, സ്നേഹത്തിൻ്റെയും നിയമത്തിൻ്റെയും, ലവ് ആൻഡ് ഓർഡറിൻ്റെ. ഇതിൽ സ്വരാജ്യ അധികാരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഏറ്റവും ആദ്യം മനസ്സിൽ എന്തെല്ലാം ചിന്തകളാണോ സങ്കല്പങ്ങളാണോ വരുന്നത് അവയ്ക്ക് മുകളിൽ എനിക്ക് പൂർണ്ണമായ നിയന്ത്രണം വേണം. സങ്കല്പങ്ങൾക്ക് മുകളിൽ നിയന്ത്രണം ഉണ്ടാവുമ്പോൾ ജീവിതത്തിൽ നിയമങ്ങൾ അനുസരിച്ച് നടക്കുക. നമ്മുടെ ഓരോ കർമ്മേന്ദ്രിയങ്ങളിലൂടെയും ശ്രേഷ്ഠ കർമ്മങ്ങൾ സംഭവിക്കുന്നു. എന്നാൽ ഇതിനെല്ലാം ആധാരം സങ്കല്പങ്ങളാണെന്ന് പറയാം. എന്നാൽ സങ്കല്പങ്ങൾ ഓർമ്മകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇക്കാര്യം നമുക്കറിയാം. സമയം ഒരിക്കലും പുറകോട്ട് പോവില്ല, തിരിച്ചു വരികയുമില്ല. സമയം എല്ലായ്പ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണോ സംഭവിച്ചത് അത് സംഭവിച്ചു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ നമുക്ക് ഇങ്ങനെയൊരു സ്വഭാവം അല്ലെങ്കിൽ ശീലം നമുക്ക് മാറ്റിയെടുക്കണം. ഞാൻ ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുത്തിരുന്നു. എന്താണോ സംഭവിച്ചു കഴിഞ്ഞത് അതിനെ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? മുന്നോട്ട് പോകാനാണെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. സ്വയത്തിൽ ഈ ഒരു പരിവർത്തനം കൊണ്ടുവരണം. വീണ്ടും വീണ്ടും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. എപ്പോഴൊക്കെയാണോ മനസ്സ് കഴിഞ്ഞുപോയ കാര്യങ്ങളിലേക്ക് പോകുന്നുവെന്ന് തോന്നുന്നത് അപ്പോൾ അതിനെ വർത്തമാന സമയത്തിൽ ഏകാഗ്രമാക്കി എന്താണോ വർത്തമാന സമയത്ത് എനിക്ക് ചിന്തിക്കേണ്ടത്, ചെയ്യേണ്ടത്, അത് ചെയ്യുമ്പോൾ അതിൻ്റെ ആധാരത്തിലാണ് ഭാവി നിർണയിക്കപ്പെടുന്നത്. നമ്മൾ ഉയർന്ന ഭാവിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വളരെ പ്രധാനമാണ് നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന്. ഭാവിക്ക് മുൻപ് വർത്തമാന സമയത്ത് പൂർണ്ണ ശ്രദ്ധ കൊടുക്കണം. ഈ ഒരു ശീലമുണ്ടല്ലോ, ഇത് വളരെ വളരെ ഞാൻ പറയും ഇത് വളരെ ശക്തിശാലിയാണ്. കാരണം ഇത് വളരെ കാലത്തെ ശീലമായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് പോകേണ്ടത് മുന്നോട്ടാണ്, എന്നാൽ നോക്കുന്നത് പുറകോട്ടാണ്. ഇത് എന്ത് കാരണം കൊണ്ടാണ്? ഭയം കൊണ്ടാണോ? നാം അതിനെ പരിവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എങ്കിൽ സങ്കല്പത്തിന്റെ ശക്തിയുണ്ടല്ലോ, അത് പരിവർത്തനം ചെയ്യുന്നതിലൂടെ. കാരണം സങ്കല്പത്തിൽ കുറച്ച് ഓർമ്മകൾ വരുന്നു, കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ ഓർമ്മ വരുന്നു. സുഖവും ദുഃഖവും നൽകിയ പല സംഭവങ്ങളും ഓർമ്മയിൽ വരുന്നു. ഈ സങ്കല്പങ്ങളെല്ലാം വ്യർത്ഥമാണ്.
അപ്പോൾ ചിലർ ചോദിക്കും, നല്ല ഓർമ്മകളാണ് വരുന്നതെങ്കിൽ എന്താണ് കുഴപ്പം? അപ്പോൾ ഞാൻ ചോദിക്കും, നല്ലതാണെങ്കിൽ തന്നെ കഴിഞ്ഞു പോയത് എന്തിനാണ്? എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിൽ എന്താണോ വർത്തമാന സമയത്തും ഭാവിയിലും ആഗ്രഹിക്കുന്നത് അവയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ കൊണ്ടുവരൂ, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ളവയല്ല. ഏതെങ്കിലും ഒരു വസ്തു നിർമ്മിക്കുമ്പോൾ നിർമ്മിക്കുന്നതിന് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എങ്കിൽ എനിക്ക് എന്റെ ജീവിതത്തിന്റെ നിർമ്മാണം, ഇങ്ങനെയുള്ള ഭാരതത്തിന്റെ നിർമ്മാണം, എങ്കിൽ എന്റെ സങ്കല്പങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? അതുകൊണ്ട് നമ്മുടെ സങ്കല്പങ്ങളെ നാം എങ്ങനെയാണോ ഈശ്വരീയ ജ്ഞാനം പരമാത്മാവിൽ മനസ്സർപ്പിക്കുക, ദിവസത്തിൽ പല പ്രാവശ്യം ജ്ഞാനത്തിന്റെ മനനചിന്തനം ചെയ്യുക, മനസ്സിനെ സൈലൻസിലേക്ക് കൊണ്ടുപോവുക. ഈ ചെറിയ ചെറിയ അഭ്യാസങ്ങളുണ്ടല്ലോ, അവയെല്ലാം തന്നെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തുന്നതിൽ എന്നെ വളരെയധികം സഹായിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് എവിടെയോ പോവാനുണ്ടായിരുന്നു. ഞാൻ പോയി. അന്ന് കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ദിവസം മുഴുവൻ എയർപോർട്ടിൽ ഇരിക്കേണ്ടി വന്നു. ഫ്ലൈറ്റിന് പോകാൻ കഴിഞ്ഞില്ല. വൈകുന്നേരമാണ് ഫ്ലൈറ്റ് പോയത്. എനിക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് പോവേണ്ടിയിരുന്നത്. അടുത്ത ദിവസം തിരിച്ചു വരണമായിരുന്നു. ആരുടെ കൂടെയാണോ ഞാൻ താമസിച്ചിരുന്നത് ആ സഹോദരി പറയാൻ തുടങ്ങി, ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്കളുടെ പ്ലെയിൻ ഇന്ന് സമയത്തിന് പോകും. ഞാൻ പറഞ്ഞു, ഇന്നലെ ലേറ്റ് ആയിരുന്നു, ഇന്ന് നേരത്തെ പോകും. ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ 10 മിനിറ്റ് മുൻപ് പ്ലെയിൻ എടുത്തു. പറയുന്നതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, മനസ്സിന് ഇത് ശീലമായി കഴിഞ്ഞല്ലോ, ഇങ്ങനെ വീണ്ടും ഉണ്ടാകരുത്. യഥാർത്ഥത്തിൽ താങ്കൾ ആഹ്വാനം ചെയ്യുക കൂടി ചെയ്യുകയാണ്. ഞാൻ അതാണ് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ വ്യത്യാസമുണ്ടാവുമല്ലോ, ഒരേ കാര്യം തന്നെയല്ലല്ലോ സംഭവിക്കുക. ഇങ്ങനെ ഞാൻ പല പ്രകാരത്തിൽ എന്റെ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായ കാര്യങ്ങൾ ആവർത്തിക്കില്ലല്ലോ, ഇനി പുതിയത് നല്ല കാര്യങ്ങൾ ഉണ്ടാകും. മനസ്സിൽ എല്ലായ്പ്പോഴും ശുഭം ചിന്തിക്കുന്നതിന്റെ, ശ്രേഷ്ഠമായത് ചിന്തിക്കുന്നതിന്റെ ശീലം ഞാൻ ഉണ്ടാക്കി. എന്നാൽ ഇക്കാര്യം തീർച്ചയാണ്, എപ്പോഴാണോ സ്വയത്തിന്റെ തിരിച്ചറിവ് ലഭിക്കുന്നത്, ആത്മാവിലെ ഏറ്റവും വലിയ ശീലം മനസ്സിന്റെയും ബുദ്ധിയുടെയുമാണ്. നമ്മൾ എല്ലായ്പ്പോഴും സ്വഭാവത്തെയും ശീലത്തെയും പുറമേ നിന്നാണ് നോക്കുന്നത്. നോക്കൂ, ചിലത് കാണുന്നതിന്റെ ശീലമുണ്ട്, ചിലത് കേൾക്കുന്നതിന്റെ ശീലമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വഭാവമുണ്ട്. അതിന്റെ ആധാരവും മനസ്സും ബുദ്ധിയും തന്നെയാണല്ലോ. എന്നാൽ താങ്കൾ മനസ്സിലും ബുദ്ധിയിലും പരിവർത്തനം കൊണ്ടുവരികയാണെങ്കിൽ, ഞാൻ കരുതുന്നു ആ പരിവർത്തനം കൊണ്ട് നമ്മളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുമല്ലോ. കാരണം നമ്മുടെ ഏതെല്ലാം സംബന്ധ സമ്പർക്കങ്ങളുണ്ടോ, നമ്മുടെ സുഹൃത്തുക്കളാണ്, അവരിലെല്ലാവരിലും എന്റെ ചിന്തകളുടെ പ്രഭാവം ഉണ്ടാകും. എങ്കിൽ നമ്മൾ എല്ലാവരും 10 20 പേരുണ്ടെങ്കിൽ എല്ലാവരും ഇപ്രകാരം ശ്രേഷ്ഠ സങ്കല്പങ്ങൾ വയ്ക്കുകയാണെങ്കിൽ, ഈ സംഘടിതമായ ശ്രേഷ്ഠ സങ്കല്പം, അതിന്റെ പ്രഭാവം എത്രമാത്രം ഉണ്ടാകും? ഭാരതം സ്വർണിമമാകട്ടെ. ഏതൊരു ഭാരതത്തിലാണോ സിംഹവും ആട്ടിൻകുട്ടിയും എങ്ങനെയാണോ പാടപ്പെടുന്നത്, ഒരുമിച്ച് വെള്ളം കുടിക്കുന്നു, ഒരു പ്രകാരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ല. ഇങ്ങനെയുള്ള സ്വർണിമ ഭാരതത്തിനെ ഉണ്ടാക്കുന്നതിനായി എവിടെയാണോ രാജാവും പ്രജകളും എല്ലാവരും ഒരു കുടുംബത്തിലെ പോലെ ജീവിക്കുന്നത്, സാഹോദര്യമുള്ളത്, പരസ്പരം എല്ലാ സുഖദുഃഖങ്ങളും പങ്കിടുന്നത്, എല്ലായ്പ്പോഴും വളരെയധികം സന്തുഷ്ട സ്വഭാവമുള്ളത്, ഇപ്രകാരം നമ്മൾ എല്ലാവരും സ്വർണിമ ഭാരതത്തിലെ പൗരന്മാരാവാൻ ആഗ്രഹിക്കുന്നു. ഓരോരുത്തരും ഇന്ന് ദൃഢസങ്കല്പം എടുക്കൂ.
എനിക്ക് ഒരു തരത്തിലുള്ള അധീനതയും കർമ്മേന്ദ്രിയങ്ങളുടെ ആകട്ടെ തന്റെ സംസാരത്തിന്റെയോ സ്വഭാവത്തിന്റെയോ അധീനതയുണ്ടാവരുത്. എന്റെ ജീവിതം ഇപ്രകാരത്തിലുള്ള ഒരു അധികാരി ജീവിതമാണ്. എന്റെ ജീവിക്കാനുള്ള കല, ആ കലയിൽ എല്ലായ്പ്പോഴും ശുഭം, ശ്രേഷ്ഠം, ശാന്തമയം, ആനന്ദമയം, സ്നേഹം, ഇപ്രകാരത്തിലുള്ള സംസ്കാരമുണ്ടാവട്ടെ, സ്വഭാവമുണ്ടാകട്ടെ, ചിന്തിക്കാനുള്ള രീതി കൂടി ഉണ്ടാവട്ടെ. ഏറ്റവും ആദ്യം ഞാൻ ഈ അഭിപ്രായം നൽകും. തന്റെ സ്വരാജ്യം, സ്വയത്തിനു മുകളിലുള്ള അധികാരം തന്റേതാക്കാനുള്ള കല, ഇതിനെ നമ്മൾ പരിവർത്തനം ചെയ്യണം. ഞാൻ പറയുന്നു, സദോഗുണിയാക്കണം. തന്റെ ജീവിതത്തിൽ ദിവ്യത, അലൗകികത, അതിന്റെ ആധാരമാണ് പവിത്രത. എന്റെ ഓരോ സങ്കല്പവും പവിത്രമായിരിക്കണം. മംഗള ഭാവനയുണ്ടാവണം. കൂടാതെ എല്ലായ്പ്പോഴും സുഖത്തോടെ, സന്തോഷത്തോടെ ഇരിക്കാനുള്ള സ്വഭാവം. തന്റെ ഓരോ സങ്കല്പത്തിലൂടെയും സ്വയത്തിനും സന്തോഷം ലഭിക്കട്ടെ. ആ സങ്കല്പത്തിലൂടെ ഞാൻ സദാ ഹർഷിതനായി, സന്തുഷ്ടനായിരുന്ന് മറ്റുള്ളവരുടെ മനസ്സിലും സന്തോഷത്തിന്റെ ഭാവന ഉൽപ്പന്നമാവട്ടെ. എന്റെ ഇപ്രകാരത്തിലുള്ള പരിവർത്തനം എനിക്ക് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം ചെയ്യുന്നുണ്ട്. ഞാൻ സ്വരാജ്യ അധികാരിയാണ്. എന്റെ ഓരോ സങ്കല്പവും കർമ്മവും ഭാരതത്തെ തീർച്ചയായും സ്വർണിമ ഭാരതമാക്കും. നമ്മൾ ഇപ്പോൾ സങ്കല്പം രചിക്കുകയാണ്, അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. പിന്നീട് നമ്മൾ വ്യാവഹാരിക രൂപത്തിലും വളരെ വേഗത്തിൽ ഇപ്രകാരമുള്ള സ്വർണിമ ഭാരതം കാണും, അനുഭവം ചെയ്യും. ഇതാണ് എന്റെ ശുഭകാമന, ശുഭഭാവന. ഓം ശാന്തി. സ്വരാജ്യത്തിലൂടെ സ്വർണിമ ഭാരതം.